അഭ്യുന്നതനായ അധ്യക്ഷൻ ഡോക്ടർ ഷാജി പ്രഭാകരൻ അവർ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ളവരെ, ശ്രീനാരായണ, ഏതാണ്ടൊരു 3-4 മാസങ്ങൾക്ക് മുമ്പാണ് വാഴമുട്ടത്ത് വിശ്വവേദിയുടെ തന്നെ മറ്റൊരു വേദിയിൽ എന്നെ ക്ഷണിച്ചതും ഞാൻ സംസാരിച്ചതും. അന്ന് നട്ടുച്ചയ്ക്കായിരുന്നു മീറ്റിംഗ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഷുഗർ താഴ്ന്നിരിക്കുന്ന ഈ സമയത്ത് അധികം സംസാരിക്കാൻ വയ്യെന്ന് പറഞ്ഞ് അവിടുന്ന് പോകായിരുന്നു, കുറച്ചൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ടായിരിക്കും ഇന്ന് രാവിലെ തന്നെ തുടങ്ങിയിരിക്കുക. പക്ഷെ എൻ്റെ പ്രതിസന്ധി അതല്ല. അന്ന് അവിടെ ഉണ്ടായിരുന്ന പല മുഖങ്ങളെയും ഇവിടെ വന്നപ്പോൾ കാണുകയാണ്. അതുകൊണ്ട് തന്നെ അന്ന് പറഞ്ഞ ഒരു കാര്യവും ആവർത്തിക്കരുത് എന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങൾ വിചാരിക്കും ഇയാൾക്ക് ഒരു പേജ് മാത്രമേ അറിയാവുള്ളൂ. അങ്ങനെ ആവർത്തിക്കാതെ വീണ്ടും വേറെ വിഷയങ്ങൾ പറയാൻ തക്ക വിപുലമായ പരിജ്ഞാനവും ഇല്ല എന്നുള്ളത് ഐസക് ന്യൂട്ടനെയാണ് ഞാൻ ഓർമ്മിച്ചു പോയത്. ഏറ്റവും വലിയ ശാസ്ത്ര ജ്യോതിസായ ഐസക് ന്യൂട്ടൺ പറഞ്ഞതെന്താ, ഞാനിങ്ങനെ ഈ അറിവിൻ്റെ വിജ്ഞാനത്തിൻ്റെ സാഗര തീരത്ത് നിൽക്കുകയാണ്, അന്തം വിട്ട് നിൽക്കുകയാണ്. ഈ സാഗരത്തിൻ്റെ അഗാധതകളിൽ വിജ്ഞാനത്തിൻ്റെ അക്ഷയ ഖനികളുണ്ട്. വിജ്ഞാനത്തിൻ്റെ പത്മരാഗവും ഇന്ദ്രനീലവും വൈഢൂര്യങ്ങളുമെല്ലാം, അത്തരം അക്ഷയഖനികളെല്ലാം അതിൻ്റെ അഗാധതകളിൽ സ്ഥിതിയുമ്പോൾ തിരമാലകൾ കൊണ്ടിട്ട കുറച്ച് പെബിൾസ്, കുറച്ച് വെള്ളാരം കല്ലുകൾ എടുത്ത് അതിൻ്റെ ബാഹ്യ പ്രകൃതി നോക്കി അങ്ങനെ നിൽക്കുക, അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു നിസ്സാരനായ വ്യക്തിയാണ് എന്ന് ഐസക് ന്യൂട്ടൻ, ഭൂഗുരുത്വാകർഷണ ശക്തിയൊക്കെ വ്യാഖ്യാനിച്ച ഐസക് ന്യൂട്ടൻ അങ്ങനെയാണ് പറഞ്ഞതെങ്കിൽ നമ്മളൊക്കെ ഒന്നും പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. തനിമല്ല ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് സാംസ്കാരിക കേരളവും ഗുരുദേവനും എന്നുള്ളതാണ്. ഈ സാംസ്കാരികം എന്നൊരു വാക്ക് കിടക്കുന്നതുകൊണ്ട് അധൈര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്. മറ്റു കാര്യങ്ങളൊക്കെ ഒരുപാട് തവണ പറഞ്ഞു കഴിഞ്ഞത് തന്നെ. ശ്രീനാരായണ സന്ദേശം എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ എന്നുണ്ടോ? ശ്രീനാരായണ ദർശനങ്ങളെ കുറിച്ച് ഇനി ഞാനോ അല്ലെങ്കിൽ മറ്റൊരാളോ പറഞ്ഞിട്ട് വേണോ നമ്മൾ മനസ്സിലാക്കാൻ? ശ്രീനാരായണ കൃതികളെക്കുറിച്ച്, ദർശനത്തെക്കുറിച്ച്, സന്ദേശത്തെക്കുറിച്ച് എല്ലാം നമുക്കറിയാം. ശ്രീനാരായണ ധർമ്മം നമുക്കറിയാം. മഹാഭാരത യുദ്ധം നടക്കുമ്പോൾ, കുരുക്ഷേത്ര യുദ്ധം നടക്കുമ്പോൾ തന്റെ കൂടെ നിന്ന ബന്ധുക്കളും ശക്തരായ സേനാനികളും സേനാധിപന്മാരുമെല്ലാം നഷ്ടപ്പെടുന്നത് കണ്ടിട്ട്, അവരെല്ലാം വീണ് മരിക്കുന്നത് കണ്ടിട്ട് ഓരോ ദിവസം കഴിയുന്നതോറും നിസ്സഹായനായി മാറിക്കൊണ്ടിരുന്ന ദുര്യോധനൻ ഒരു രാത്രിയിൽ ഒറ്റയ്ക്കൊരു മുറിയിൽ ദൈവത്തോട് വിലപിച്ചുകൊണ്ട് പറഞ്ഞു അത്രേ, പ്രഭു, ധർമ്മം എന്താണ് എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ധർമ്മം എന്താണ് എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കൽ പോലും ധർമ്മം ചെയ്തിട്ടില്ല എന്നും എനിക്ക് വ്യക്തമായിട്ട് അറിയാം. തീർന്നില്ല. ദുര്യോധനൻ തുടർന്ന് പറഞ്ഞു, ആ ധർമ്മം എന്താണെന്നും എനിക്ക് വ്യക്തമായിട്ട് അറിയാം. തന്നെയുമല്ല, എൻ്റെ ജീവിതത്തിൽ അധർമ്മമല്ലാതെ മറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്നും എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പ്രഭു, ഏതോ ഒരു ശക്തി എൻ്റെ ഉള്ളിൽ നിന്ന് എന്നെ ഇങ്ങനെ പ്രേരിപ്പിച്ച് പ്രചോദിപ്പിച്ച് ഞാൻ ഇങ്ങനെ നിവർത്തി കേടുകൊണ്ട് ചെയ്തു പോയതാണ് ഇതൊക്കെ.
അതിലെ ഏറ്റുപറച്ചിലുണ്ടല്ലോ, ആ കുറ്റസമ്മതമുണ്ടല്ലോ, നല്ലതാണ്. ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നല്ലേ. അദ്ദേഹം അപ്പോഴെങ്കിലും അത് സമ്മതിച്ചു. പക്ഷെ ആ കുറ്റസമ്മതത്തിലും സൂക്ഷ്മമായി ഏകാഗ്രതയോടെ നോക്കിയാൽ അതിലൊരു അസത്യമുണ്ട്. ഒരു വാക്കിൽ അസത്യം കലർന്നിരിക്കുന്നു. എന്താണ് ആ വാക്ക്? നിവർത്തികേടുകൊണ്ട് ഞാൻ ചെയ്തു. എന്ത് നിവർത്തികേടാണ്? ഒരു നിവർത്തികേടുമില്ല. അദ്ദേഹത്തിന് ധർമ്മം ചെയ്യാമായിരുന്നു, അല്ലേ? കൃഷ്ണൻ വന്നപ്പോൾ എന്താണ് പറഞ്ഞത്? ദൂതമായി വന്നപ്പോൾ ഒരു സൂചി കുത്താനുള്ള ഇടം പോലും കൊടുക്കുകയില്ല എന്ന് പറയുന്നിടത്ത് എന്ത് നിവർത്തികേടാണ് ദുര്യോധനുണ്ടായിരുന്നത്? ദുര്യോധന രാജ്യമുണ്ടായിരുന്നു, അധികാരമുണ്ടായിരുന്നു, ആയുധബലമുണ്ടായിരുന്നു, ബന്ധുബലമുണ്ടായിരുന്നു, എല്ലാം 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 ഉണ്ടായിരിക്കെ ദുര്യോധനൻ ധാർഷ്ട്യത്തിന്റെ ഭാഷയിൽ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത് നിസ്സഹായതയിൽ വന്ന് എത്തി നിൽക്കുമ്പോൾ പറയുന്ന ഒരു മുടന്തൻ ന്യായ വാക്കാണ് നിവർത്തികേട്. ഞാനിത് പറയാൻ കാര്യം, ദുര്യോധനൻ പറഞ്ഞതുപോലെ തന്നെ ശ്രീനാരായണ ധർമ്മം എന്താണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ ആ ധർമ്മത്തിലൂടെയാണോ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ചിന്തിക്കേണ്ട വിഷയം. ശ്രീനാരായണ ധർമ്മം എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഞാൻ പറയും, അനുകമ്പ എന്നുള്ളതാണ് ശ്രീനാരായണ ധർമ്മം. അനുകമ്പ. ഒരുപാട് ദീർഘിപ്പിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. അനുകമ്പയാണ് ശ്രീനാരായണ ധർമ്മം. എങ്ങനെയുള്ള അനുകമ്പ എന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമായി ഗുരുദേവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു പീഡ ഒരു എറുമ്പിനും വരുത്താത്ത വിധമുള്ള അതിവിപുലമായ മഹാനുകമ്പ. നമ്മൾ നടന്നു പോകുമ്പോഴോ കൈയെടുത്ത് വെക്കുമ്പോഴോ തിരിഞ്ഞു കിടക്കുമ്പോഴോ പോലും ഒരു പീഡ ഒരു എറുമ്പിനും വരുത്താത്ത മട്ടിലുള്ള അനുകമ്പ. അതാണ്, ആ അനുകമ്പയാണ് ബുദ്ധദേവനെ ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും പ്രതിപുരുഷനാക്കുന്നത്, ക്രിസ്തുവിനെ മഹാധനാക്കുന്നത് ഈ അനുകമ്പയാണ്. എന്തിന് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെ അഹിംസയുടെ പ്രവാചകനാക്കി മാറ്റിയതും ഈ അനുകമ്പയാണ്. അകന്മഷമായ, അകൃത്രിമമായ, അതീവ സുന്ദരമായ, അമൂല്യമായ, അനിതര സാധാരണമായ സമസൃഷ്ടി സ്നേഹത്തിൽ അധിഷ്ഠിതമായ അനുകമ്പ. ആ അനുകമ്പയാണ് ശ്രീനാരായണ ധർമ്മം. ലളിതമായ വാക്കുകൾ കൊണ്ട് ശ്രീനാരായണ ധർമ്മത്തെ നിങ്ങളിലേക്ക് വീണ്ടും പ്രസരിപ്പിച്ചതിന്റെ പേരിൽ എനിക്കിവിടെ പ്രസംഗം നടത്താവുന്നതേ ഉള്ളൂ. പക്ഷേ സാംസ്കാരിക കേരളം കൂടി കിടക്കുന്നത് കൊണ്ട് ഞാൻ തുടരുകയാണ്. ഇവിടെ പറഞ്ഞു, ബുദ്ധദേവനുമായിട്ടുള്ള സാമ്യത്തെ കുറിച്ച് പറഞ്ഞു. ഞാൻ ആലോചിക്കായിരുന്നു, ശരിയാണ്, ബുദ്ധദേവനെ പോലെ തന്നെയായിരുന്നു ശ്രീനാരായണ ഗുരുവിന്റെയും ബാല്യം. അദ്ദേഹം എതിർക്കുകയായി. എന്തോ കണ്ടെത്തുവാനുള്ള വ്യഗ്രത ആ മനസ്സിനെ മഥിക്കുകയായി. ഈ എന്തോ എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ആചാരങ്ങളിലെ അധാർമികതയായി. അവിടെ അന്ന് അയിത്തം നിലനിൽക്കുന്ന കാലത്ത്, തീണ്ടലും ഒക്കെ നിലനിൽക്കുന്ന കാലത്ത് അദ്ദേഹം ഒരു പുലച്ചാളയിൽ വെന്ത് തിളച്ചുകൊണ്ടിരുന്ന കലമെടുത്ത് അടച്ച് അതിനെ മാറ്റി വെക്കുകയൊക്കെ ചെയ്തിട്ട് വീട്ടി വന്നു. തൊട്ടുകൂടാത്തവരെ തൊട്ടിട്ട് വീട്ടി വന്നു. ഇതിനൊക്കെ എതിരായിട്ട് പ്രവർത്തിച്ചു. ഗാന്ധിജിയുടെ ഭാഷയിൽ പറഞ്ഞാൽ, സ്വാതന്ത്ര്യ സമരത്തിന്റെ ഇതായ ഒരു സംജ്ഞ ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞാൽ, സിവിൽ ഡിസൊബീഡിയൻസ് ആയിരുന്നു അത് ചെയ്തത്. സിവിൽ ഡിസൊബീഡിയൻസ് എതിർക്കുകയായിരുന്നു, അനാചാരങ്ങളെ എതിർക്കുകയായിരുന്നു. ഇത് അനാചാരമാണ് എന്ന് ഗുരുദേവന് വേഗം മനസ്സിലായി. അതാണ് മഹാത്മാക്കളുടെയൊക്കെ പ്രത്യേകത. ബുദ്ധന് അത് മനസ്സിലാകാതിരിക്കാൻ വളരെ ബുദ്ധിപൂർവം അദ്ദേഹത്തിന്റെ അച്ഛൻ ശ്രദ്ധിച്ചു. കാരണം മകന്റെ ജനനസമയത്ത് ഈ ജാതകം എഴുതിക്കൊണ്ട് വരുമ്പോൾ മഹാജ്യോതിഷി ആയ ആ ജാതകകർത്താവ് അതിൽ എഴുതിയിരുന്നു, ഈ പുത്രൻ 17ാമത്തെ വയസ്സിൽ ലോക ഛത്രാധിപതിയാവും. 17ാമത്തെ വയസ്സിൽ, അല്ലെങ്കിൽ
ഒരു ഓപ്ഷൻ കൂടെയുണ്ട്. ഇംഗ്ലീഷിലെ വിഖ്യാതമായ വ്യാകരണ സ്വഭാവമുള്ള എയ്തർ ഓർ ഉപയോഗിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ഇദ്ദേഹം ഒന്നുകിൽ ലോക ഛത്രാധിപതിയാകും, അല്ലെങ്കിൽ ഭിക്ഷാന്തേഹിയാകും. ഭിക്ഷാന്തേഹി എന്നൊക്കെ പറഞ്ഞ വാക്ക് കേൾക്കാൻ സുഖമുണ്ടെങ്കിലും ആള് യാചകനായി പോകും എന്നാണ് അതിന്റെ അർത്ഥം. യാചകനാകും മഹാരാജാവിന്റെ മകൻ, ശുദ്ധോദന മഹാരാജാവിന്റെ മകൻ സയ്യു. ചില വാക്കുകൾ അങ്ങനെയാണ്, കേൾക്കുമ്പോൾ സുഖം തോന്നും. രാജേഷ് മാവ് എന്ന് പറഞ്ഞാൽ സുഖം തോന്നും, വന്നാ കൊള്ളാത്ത തോന്നും, ക്ഷയമാണ്. അപ്പോ ശുദ്ധോദന മഹാരാജാവിന്റെ മുമ്പിൽ ഈ ജാതകം കൊണ്ടുവച്ചിട്ട് ജ്യോതിഷി എടുത്തിയാടി ഓടുകയായിരുന്നു. കാരണം അദ്ദേഹത്തിന് അറിയാം, വളരെ സൂക്ഷിച്ചാണ് അദ്ദേഹത്തെ വളർത്തിയത്. എല്ലാവിധ സൗഖ്യങ്ങളും നൽകിക്കൊണ്ട് ജീവിതത്തിന്റെ മുഴുവൻ സൗഭാഗ്യങ്ങളും അതിന്റെ ഏറ്റവും ഉത്തുംഗമായ അവസ്ഥകളും മാത്രം പ്രദാനം ചെയ്തുകൊണ്ട് വളരെ എഡിറ്റ് ചെയ്ത് വളർത്തുകയായിരുന്നു സിദ്ധാർത്ഥ രാജകുമാരൻ. അദ്ദേഹം കാണുന്നതെല്ലാം സന്തോഷം, കാണുന്നതെല്ലാം ഹംസതുലികാതൽപ്പവും അതുപോലെയുള്ള സൗഭാഗ്യത്തിന്റെ സൗവർണ നിമിഷങ്ങളും മാത്രം. അപ്പോഴും സിദ്ധാർത്ഥ രാജകുമാരന്റെ ഉള്ളിൽ നിന്ന് നേരത്തെ പറഞ്ഞ ഈ ദുര്യോധനൻ പറഞ്ഞ ഒരു നിവർത്തികേട് തോന്നി, യഥാർത്ഥ നിവർത്തികേട്. ഇതിനപ്പുറത്ത് എവിടെയോ തുടിക്കുന്ന ജീവിതമുണ്ട്. ഈ കാണുന്ന സൗഖ്യങ്ങളുടെ ഈ യവനികയ്ക്കപ്പുറത്ത് പച്ചയായ ജീവിതം തിരതല്ലുന്നു എന്നും ആരോ എവിടെ നിന്നും അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. സിദ്ധാർത്ഥ രാജകുമാരൻ പറഞ്ഞു, ഒരു ഘട്ടമായപ്പോൾ പറഞ്ഞു, പിന്നെ എനിക്ക് പുറം ലോകത്തേക്കൊന്ന് പോയാൽ കൊള്ളാമെന്നുണ്ട്. ഈ കൊട്ടാരക്കെട്ടുകളും ഇവിടുത്തെ ഈ അന്തപുരവും ഇതെല്ലാം കഴിഞ്ഞ് എനിക്കൊന്ന് പുറത്തേക്ക് പോകണം എന്നുണ്ട്. സമ്മതിച്ചില്ല. അദ്ദേഹം ചിന്തിച്ചുകൊണ്ടേയിരുന്നു. ഒരേ ചിന്ത, എന്താണ് എന്നെ ഇങ്ങനെ ആരോ നിയന്ത്രിക്കുന്നത്, ആരോ എന്നെ വല്ലാതെ നിയന്ത്രിക്കുന്നത് പോലെ, എന്റെ സ്വച്ഛന്തമായ സഞ്ചാരത്തെ വിലക്കിക്കൊണ്ട് എന്തോ ഒരു ശക്തി ഇവിടെ നിലനിൽക്കുന്നത് പോലെ. ഇതിനപ്പുറത്താണ് ജീവിതം, യഥാർത്ഥമായ ജീവിതത്തിന്റെ സ്പന്ദം അപ്പുറത്താണ് എന്നൊരു ചിന്ത സിദ്ധാർത്ഥ രാജകുമാരൻ മതിച്ചുകൊണ്ടിരുന്നു. അപ്പൊ സിദ്ധാർത്ഥ രാജകുമാരൻ ചിന്ത വരുമ്പോൾ ചിന്തിക്കുമ്പോൾ മൂകനാകുമല്ലോ. അങ്ങനെ മൂകനായി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ ഒബ്സർവ് ചെയ്യാൻ ആളുകൾ വിട്ടിരിക്കുകയാണ്. കാരണം വയസ്സ് 15 കഴിഞ്ഞു, 17 എത്തുകയാണ്. 17 അന്നാണ് ഭിക്ഷാന്തേഹിയാവുന്നത്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, എങ്ങനെയുണ്ട് കുമാരൻ, എങ്ങനെയുണ്ട്? എപ്പോഴും ഒരു ചിന്തയാണ് മഹാരാജാവ്. ലക്ഷണം കണ്ടിട്ട് ഛത്രാധിപതിയാവുന്ന ലക്ഷണമൊന്നുമില്ല, യാതൊരു സൂചനയുമില്ല. നേരത്തെ പറഞ്ഞത് ശരിയാവുമെന്നാണ് തോന്നുന്നത്. അദ്ദേഹം മന്ത്രിമാരെ വിളിച്ചു. ബഹുക്കേമന്മാരായിരുന്നു അന്നത്തെ മന്ത്രിമാർ, ഇന്നത്തെ മന്ത്രിമാരെക്കാളും. മന്ത്രിമാരെ വിളിച്ചിട്ട് പറഞ്ഞു, അറിഞ്ഞില്ലേ, കുമാരൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ജാതകം അറിയാമല്ലോ, ജാതകത്തിൽ പറഞ്ഞിരിക്കുന്ന അറിയാലോ, എത്രാമത്തെ വയസ്സെന്ന് അറിയാമല്ലോ, എന്താ പ്രതിവിധി? കുമാരനാശാൻ അതുകൊണ്ട് ഭംഗിയായിട്ട് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു മന്ത്രി എഴുന്നേറ്റ് പറഞ്ഞു, മുരുക്കനായ ഒരു മന്ത്രി എഴുന്നേറ്റ് പറഞ്ഞു, ചൊന്നാൻ മഹിപതേ, പുത്രന് ചിന്തയിൽ തോന്നും ചെറിയടി വൈരാഗ്യവൃത്തികൾ, പുത്രന് ചിന്തയിൽ തോന്നും ചെറിയടി വൈരാഗ്യവൃത്തികൾ തീർന്നു പോകും. ഒക്കെ പെട്ടെന്ന് തീർന്നു പോകാനുള്ളതേ ഉള്ളൂ. ഒറ്റ കാര്യം മാത്രം, സ്ത്രീകളിൽ പ്രേമമുദിക്കുകയില്ല. ഞാൻ പറഞ്ഞത് അന്നത്തെ മന്ത്രിമാർ മിടുക്കന്മാരായിരുന്നു. എണ്ണമൊന്നില്ലാത്ത വത്സന്റെ ചിത്തമാം ഉണ്ണി മത്സ്യത്തെ ഒരു ആയാസമെന്നിയെ പെണ്ണുങ്ങളുടെ മിരട്ടേലും കടമിഴിക്കണ്ണികൾ വീശിപ്പിടിക്കും അറിയതി. അപ്പൊ വേറൊരു മന്ത്രി എഴുന്നേറ്റ് പറഞ്ഞു, തന്നെയല്ല, പിച്ചള ചങ്ങല കൊണ്ടൊരാൾ കൂട്ടാത്ത മെച്ചമേറും മനമാം മതയാനയ പിച്ചയായി പൂങ്കുഴൽ നാലുകൊണ്ടൊരു കൊച്ചു കരിമുകിൽ വീണിയാൾ കെട്ടുന്നേ. മഹാരാജാവിന് ശരിയാണെന്ന് തോന്നി. അദ്ദേഹവും ഈ ലോകത്ത് തന്നെയാണല്ലോ ജീവിക്കുന്നത്, അദ്ദേഹത്തിന് ശരിയാണെന്ന് തോന്നി. അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോ അങ്ങനെയാണെങ്കിൽ അതീവ സുന്ദരികളായ പെൺകുട്ടികളെ കണ്ടുപിടിക്കണം. വല്ല പ്രയാസമുണ്ടോ? രാജാക്കന്മാർ വിചാരിച്ചാൽ ആശാൻ വളരെ വളരെ ലാവിഷായിട്ടാണ് വന്നിരിക്കുന്നത്. ലാവിഷായിട്ട് സാരംഗ നേത്രമാർ ഈ കുമാരന് വേണ്ടി തെരഞ്ഞെടുത്തത്. ചുറ്റും നിന്ന് പരിചരിക്കാൻ സാരംഗ നേത്രമാർ, സന്മൃദുഗാത്രിമാർ, മന്മഥരാജ്യ മനോഹര ദൂതിമാർ, അമൃതവാണിമാർ, അമ്മുകിൽ വേണിമാർ,
ഇവരെല്ലാം കൂടെ നിന്ന് ആ തിരുവടി ചെമ്മയെ ഉറങ്ങവേ മന്ദമായി വീശുന്നു. അതാണ് വൈരാഗ്യവൃത്തി എന്ന് പറയുന്നത്. ഇത്രയും സുന്ദരിമാർ നിന്നപ്പോഴും തിരുവടി ചെമ്മയെ ഉറങ്ങി. പിന്നെ അവർക്ക് വേറൊന്നും ചെയ്യാനില്ല, അവർ മന്ദമായി വീശുന്നു. എന്നിട്ട് ഇത്രയും പേരൊന്നും വീശുകയല്ലേ, കൂട്ട വീശലല്ലേ, ഇതിൽ ആരുടെയെങ്കിലും വീശല് തട്ടി അദ്ദേഹത്തിന്റെ മുഖത്തെങ്ങാനും തട്ടി പള്ളി ഉണർന്നാൽ പിന്നെ അവർക്ക് റോളുണ്ട്. പള്ളി ഉണർന്നാൽ പ്രഭുവിന് ഏറ്റവും പ്രിയമുള്ളതറിഞ്ഞ് ഉപചാരവിധികളാൽ ഉള്ളത്ത വീണ്ടും വിഷയരസാധിയിൽ തള്ളിയിടുന്നു വിലാസിനിമാലവർ. ഈ വിധത്തിലൊക്കെ ട്രീറ്റ് ചെയ്തിട്ടും നമ്മുടെ സിദ്ധാർത്ഥ രാജകുമാരൻ ശുദ്ധോദയ മഹാരാജനെ കണ്ടിട്ട് പറഞ്ഞു, എനിക്ക് പുറത്തു പോകണം, എനിക്ക് ഈ കൊട്ടാരക്കെട്ട് ഇട്ട് പുറത്തു പോകണം, പുറലോകത്തേക്ക് പോകണം എന്ന് പറഞ്ഞു. നിർത്തിയില്ല, അദ്ദേഹം അയച്ചു. രാജകുമാരൻ അറിയാതെ ഒരു വലിയ വിളംബരം നടത്തി. ഏറ്റവും നല്ല വസ്ത്രങ്ങൾ ധരിച്ച് ഏറ്റവും ആരോഗ്യമുള്ള സൗന്ദര്യമുള്ള ആളുകൾ മാത്രം കുമാരനെ കാണുവാൻ നിരത്തിന് ഇരുവശത്തും അണിനിരക്കുകയും അങ്ങനെ ഒരു കാറ്റഗറൈസേഷൻ നടത്തി. ഇങ്ങനെ ഏറ്റവും സുന്ദരന്മാരും സുന്ദരിമാരും സൗഭാഗ്യത്തിന്റെ മടിത്തട്ടിൽ കഴിയുന്നവർ ഇങ്ങനെ അണിനിരന്നു. നമ്മൾ ഘോഷയാത്ര കാണാനൊക്കെ ചെന്നിരിക്കുമ്പോൾ കേരളം ഒരു പട്ടിണി രാജ്യമാണെന്നും ഇവിടെ ബിലോ പോവർട്ടി ലൈനും പട്ടിണി രേഖയിൽ കുഞ്ഞാലി കെട്ടിയാടുന്ന രാജ്യമാണെന്ന് പോലും തോന്നുന്നു. ആ മട്ടിലുള്ള ആളുകൾ നിരന്നു നിന്നു. കുമാരൻ അതിലേക്ക് പോയി, രഥത്തിൽ പോയി. അപ്പോഴും അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞു, ആരോ പറഞ്ഞു, ഇത് ഡ്യൂപ്ലിക്കേറ്റ് വേൾഡ് ആണ്, ഇത് വേറൊരു കപില വസ്തുവാണ്, ഇതല്ല സത്യം, ഈ കാണുന്നതല്ല സത്യം, മറ്റെന്തോ കൂടി ഉണ്ട്, ആരോ വീണ്ടും എഡിറ്റ് ചെയ്തിരിക്കുന്നു. ഒരു രാത്രിയിൽ ഞാൻ ചുരുക്കി പറയാം, നന്ദൻ എന്ന് പറയുന്ന രാജകുമാരനെ തേരാടിയെ വിളിച്ച് ശുദ്ധോദന മഹാരാജാവ് ഉറങ്ങിക്കിടക്കുമ്പോൾ, രാജകൊട്ടാരം ഒന്നടങ്കം നിദ്രയിൽ വിലീനമായിരിക്കുമ്പോൾ ഒറ്റയ്ക്ക് ആ നിരത്തുകളിലേക്ക് പോവുകയാണ് സിദ്ധാർത്ഥ രാജകുമാരൻ. പോകുമ്പോഴോ അദ്ദേഹം ഒരു ശവം കണ്ടു. അദ്ദേഹം ജീവിതത്തിന്റെ ഭിന്ന ഭിന്നങ്ങളായ രൂപങ്ങൾ കണ്ടു, ചിത്രങ്ങൾ കണ്ടു, ദീനദീനങ്ങളായ രംഗങ്ങൾ കണ്ടു. ജീവിതം എന്താണെന്ന് മനസ്സിലായി. അതിനുശേഷമാണ് ഒരു രാത്രിയിൽ അദ്ദേഹം ഇറങ്ങിപ്പോകുന്നത്. കൈകൊന്നിടേണ്ട നൃപന്റെ കിരീടവും ആവശ്യമില്ലെനിക്കുന്നു സാമ്രാജ്യവും ഊരിയ വാളിനൂണാക്കി രിപുക്കള പാരിടമയോ പിടിച്ചടക്കില്ല ഞാൻ ശോണാക്ഷരങ്ങളിൽ അരുവിക്ഷോണിയിൽ വർണ്ണിച്ചെഴുതേണ്ട കഥ എന്ന് പറഞ്ഞുകൊണ്ട് പോയ സിദ്ധാർത്ഥ രാജകുമാരനെ തിരിച്ചു ബുദ്ധനായി വന്ന ആ ഇതിഹാസ നിമിഷത്തെ ഓർത്തുപോവുകയായിരുന്നു ഡോക്ടർ ഇത് പറഞ്ഞപ്പോൾ. അപ്പോ ശ്രീനാരായണന് അത്രയേറെ ഒന്നും പ്രയത്നിക്കേണ്ടി വന്നില്ല. അദ്ദേഹത്തിന് നേരിട്ട് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാമായിരുന്നു. തൊട്ടുകൂടാ തെണ്ടിക്കൂടാ, അല്ലെ? തൊട്ടുകൂടാത്തവർ തെണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളൂ, കെട്ടില്ലാത്തവർ തമ്മിൽ ഉണ്ണാത്തവരങ്ങനെ ജാതി കോമരങ്ങൾ. ഇത് നമ്മൾ എത്ര തവണ പറയുന്നത് നല്ലതാണ്, ഒരു ഇൻസ്പിറേഷൻ. അതിനൊന്നുകൂടെ ആ കാലഘട്ടത്തെ ഓർത്തെടുക്കാൻ. നരന ശുദ്ധ വസ്തു പോലും ധരയിൽ നടപ്പതോ തീണ്ടലാണ് പോലും, നരകം ഇവിടമാണ് ഹന്ത കഷ്ടം, ഹര ഹര. ഇങ്ങനെ വല്ല നാടുമുണ്ടോ? ആ നാടിനെ കുറിച്ച് ഓർക്കാൻ ഈ കവിതകൾ എത്ര കേട്ടാലും നമ്മൾ ആവർത്തിക്കുന്നത് നല്ലതായി. ആ വിധത്തിൽ ഒരു പുതിയ ദിശാബോധം നൽകിയ സന്യാസിമാർക്ക് നമുക്ക് ക്ഷാമമില്ലായിരുന്നു, ഇപ്പോഴും ഇല്ല, അല്ലെ? സന്യാസിമാർക്ക് ഒരു ക്ഷാമമില്ല. ആർഷഭാരതം എന്നാണ് പറയുന്നത്, ഋഷികളുടെ ഭാരതം. അത് പല തരത്തിലുള്ള റോഡിൽ ഇറങ്ങിയ സന്യാസിയെ കാണാം, പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ചെന്നാൽ വേറെ സന്യാസിമാരെ കാണാം. സന്യാസിമാർക്ക് ഒരു ക്ഷാമവുമില്ല. ഇനി അതല്ല, ഗുഹാവാസികളായ സന്യാസിമാരെ തന്നെ കാണണമെങ്കിൽ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി അഹോരാത്രം തപസ് ചെയ്യുന്ന സന്യാസിമാരെ കാണണമെങ്കിൽ മരുത്തോവലിൽ പോയാലും കാണാൻ പറ്റും. ഇവരെല്ലാം ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി അഹോരാത്രം തപസ് ചെയ്യുന്നവരാണ്. അത്തരം സന്യാസിമാരുടെ കൂട്ടത്തിൽ നിന്നാണ് അദ്ദേഹം അതെല്ലാം വെടിഞ്ഞിട്ട് ജനമധ്യത്തിലേക്ക് വന്നത്. എങ്ങനെയുള്ള ജനമധ്യം? ചങ്ങമ്പുഴ പറഞ്ഞതുപോലെയുള്ള അവശന്മാരും ആർത്തന്മാരും ആലംബഹീനന്മാരും അർദ്ധനഗ്നന്മാരും അപഹാസപാത്രരും, അല്ലെങ്കിൽ ക്രിസ്തു വിശേഷിപ്പിച്ചതുപോലെ നിന്ദിതരും പീഡിതരും ഭാരം ചുമക്കുന്നവരും അധ്വാനിക്കുന്നവരും നിറഞ്ഞ ജനമധ്യത്തിലേക്ക് അദ്ദേഹം ഒരു പുതിയ ദിശാബോധത്തിന്റെ പതാകയുമായി വന്നത് നമുക്കറിയാവുന്നതാണ്. ആ ശ്രീനാരായണ സംസ്കാരം
കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ അതിന് വളരെയേറെ പ്രസക്തി കൂടുകയാണോ, അതിൻ്റെ സ്വാധീനം കൂടുകയാണോ, അതിൻ്റെ ശക്തി കൂടുതൽ വർദ്ധിതമാവുകയാണോ അറിയില്ല. പലരും ശ്രീനാരായണിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ദൈവദശകമുണ്ടല്ലോ, നമ്മുടെ ആ പ്രാർത്ഥന, അത് പ്രാർത്ഥനയല്ലെന്ന് ഇടയ്ക്ക് ഒരു വാദം വന്നു. നിങ്ങൾ അറിഞ്ഞോ എന്ന് എനിക്കറിയില്ല. അത് മന്ത്രമാണ്. ദൈവദശകം മന്ത്രമോ പ്രാർത്ഥനയോ? ചർച്ചകൾ TV ചാനലുകൾ ഏറ്റെടുത്തു. TV ചാനലുകൾക്ക് എല്ലാ ദിവസവും രാഷ്ട്രീയം തന്നെ കിട്ടുന്നില്ല. അപ്പോഴാണ് ദൈവദശകത്തിലേക്ക് വരെ അവർക്ക് പോണ്ടി വന്നത്. അത് മന്ത്രം ആണോ, അതേ പ്രാർത്ഥനയാണോ? ഭയങ്കര ചർച്ചയായിരുന്നു. മന്ത്രം എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് പരിമിതപ്പെടുത്താൻ പറ്റും. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ചൊല്ലാം. മന്ത്രം എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. അപ്പോ മന്ത്രം എന്ന് പറയുമ്പോൾ എനിക്ക് സാധാരണ ആൾക്ക് പെട്ടെന്ന് ഒന്നുകൂടെ ഉയർത്തുകയായിരുന്നു, അല്ല അതിനെ പരിമിതപ്പെടുത്തുകയാണ്. അതിനുശേഷം വേറൊരു വിവാദം വന്നു. നമ്മളൊക്കെ പറയുന്നത് എന്താണ്? അദ്ദേഹം മതേതരവാദിയായിരുന്നു എന്നല്ലേ? എല്ലാ മതങ്ങൾക്കും അതീതനായിരുന്നു, എല്ലാ മതങ്ങളെയും ഉൾക്കൊണ്ടിരുന്നു. മതത്തിലുള്ള ദ്വേഷമാണ് അദ്ദേഹത്തിന് പ്രശ്നമായത്, ഭേദമല്ല എന്നൊക്കെ പറയുമ്പോൾ ഒരു വിഭാഗം ഈ അടുത്ത കാലത്ത് ശക്തിയായിട്ട് വാദം ഉന്നയിച്ചിരിക്കുന്നതായിട്ട് കണ്ടു. അദ്ദേഹം ഹൈന്ദവവാദിയായ, തികച്ചും 100% ഹൈന്ദവവാദിയായ ഒരു സാധാരണ സന്യാസിയായിരുന്നു എന്നുള്ളതാണ്. സാധാരണ എന്നുള്ള വാക്കുകൾ ഉപയോഗിച്ചില്ല, ഹൈന്ദവവാദിയായിരുന്നു. അതിന് ഉപോത്ബലകമായി അവർ നിരത്തിയ കുറെ കാര്യങ്ങളുണ്ട്. എന്താണ്? ശ്രീനാരായണൻ ക്രിസ്തു മതത്തെ കുറിച്ച് എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ക്രിസ്തുദേവൻ അല്ലെങ്കിൽ യേശുദേവൻ എന്ന് പറയുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകളിൽ എവിടെയെങ്കിലും അങ്ങനെ വരുന്നുണ്ടോ? അദ്ദേഹം പ്രതിഷ്ഠിച്ച ഏതെങ്കിലും ക്ഷേത്രത്തിൽ കുരിശോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അദ്ദേഹം എവിടെയും ഹൈന്ദവ ധർമ്മത്തെ കുറിച്ചാണ്. അദ്ദേഹത്തെ ക്രിസ്തുമതം പഠിപ്പിക്കാൻ വന്ന ഒരു പോർട്ടുഗീസ് സാഹിബിന്റെ മിഷണറി പ്രവർത്തകരുടെ ഒരു സംഭവം പറയുന്നു. അതും അദ്ദേഹം അംഗീകരിക്കുന്നില്ല. അവരെ വാദമുഖങ്ങൾ കൊണ്ട് പരാജയപ്പെടുത്തിയിട്ട് അവർ പോയപ്പോ പറഞ്ഞു, കണ്ടോ വിശ്വാസം കണ്ടോ, അവർക്ക് അവരുടെ മതത്തിലുള്ള വിശ്വാസം കണ്ടോ, ഇതേ വിശ്വാസമാണ് നമുക്ക് വേണ്ടത് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഹിന്ദുവാദിയല്ലേ? അത്തരത്തിലുള്ള ഒരു വലിയ ചലനം വന്നിരിക്കുന്നു. അത് ആത്മീയ രംഗത്ത് കൂടി വന്നിരിക്കുകയാണ്. സാംസ്കാരിക രംഗത്തും അതിന്റെ ചില അനുരണനങ്ങൾ, ഒളിമിന്നലാട്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നെനിക്ക് ഈ അടുത്ത ദിവസം ഒരു യോഗത്തിൽ പങ്കെടുത്തപ്പോൾ ബോധ്യമായി. ഇപ്പോ ആധ്യാത്മിക രംഗത്ത് ആണല്ലോ ഗുരുദേവൻ നിൽക്കുന്നത്. സാംസ്കാരിക രംഗത്ത് ഗുരുദേവനെ നേരിട്ട് പിടിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഗുരുദേവന്റെ ഒരു എക്സ്റ്റൻഷനായ കുമാരനാശാനെ കടപിടിച്ചു. വലിയ സാംസ്കാരിക നായകനാണ് പറഞ്ഞത്. അദ്ദേഹത്തെ പറഞ്ഞെന്നറിയോ, ഈ കുമാരനാശാനെ എങ്ങനെയാണ് വിശ്വമഹാകവി എന്ന് പറയുക? കുമാരനാശാൻ ആ കവിത്രയത്തിലെ ഏറ്റവും താഴെ തട്ടി വരുന്ന കവിയാണ്. ഇപ്പോ എന്റെ കൂടെ ഇരിക്കുന്ന ഒരു സുഹൃത്ത് എന്നെ ചുരണ്ടാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, വരട്ടെ, കേൾക്കാം. ഉള്ളൂരൊക്കെ എവിടെ നിൽക്കുന്നു? നമിക്കിലുയരാം, നടുകിൽ തിന്നാം, നൽകുകിൽ നേടിയിടാം, നമുക്ക് നാമേ പണിവതു നാഗം, നരകവും അതുപോലെ എന്ന് പറഞ്ഞ ഉള്ളൂർ ദൈവം ഉദ്ധരിക്കുകയാണ്. അടുത്തു നിൽപ്പോർ അനുജന നോക്കാൻ അക്ഷികളില്ലാത്തോർക്കരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം എന്ന് പറഞ്ഞ ഉള്ളൂർ. ഇതൊക്കെ എവിടെ നിൽക്കുന്നു? ശരിയാണ്, ഉള്ളവർ പറഞ്ഞതൊക്കെ വളരെ ഉന്നതമായ കാര്യങ്ങൾ തന്നെയാണ്. ആ വരിയിലെല്ലാം ഇല്ലേ? ഈ പറഞ്ഞ വരിയിലെല്ലാം ഇല്ലേ? ഇതേറെ വള്ളത്തുള്ളിലേക്ക് പോയി പ്രത്യാശ നൽകുന്ന, പ്രതീക്ഷ നൽകുന്ന, ജീവിതത്തിന്റെ പതാക ഉയർത്തിപ്പിടിക്കുന്ന കവി വള്ളത്തോൾ. ജീവിതത്തിന്റെ പ്രതീക്ഷകൾ, പ്രത്യാശകൾ, പ്രത്യാശയുടെ 1000 നക്ഷത്രങ്ങളെ കത്തിച്ച് വിധാനിച്ച കവി വള്ളത്തോൾ. അതിന് സാക്ഷ്യം നിരത്തുവാൻ അദ്ദേഹം ഉദ്ധരിച്ചത് വള്ളത്തോളിന്റെ തന്നെ, ഞാനും പലപ്പോഴും പല വിധികളിലും ഉദ്ധരിക്കാറുള്ള, എന്നെയും ആന്തരികമായി പ്രചോദിപ്പിക്കാറുള്ള 4 വരികളാണ്. എത്തേണ്ടതാം ഇടത്തെത്തിയാലും ശരി, മധ്യേ മരണം വിഴുങ്ങിയാലും ശരി,
മുന്നോട്ട് തന്നെ നടക്കും, വഴിയിലെ മുള്ളുകൾ ഒക്കെ ചവിട്ടി മതിച്ചു ഞാൻ. എഴുതിയാണ്. പ്രചോദനാത്മകമായ ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധി ഘട്ടത്തെയും തരണം ചെയ്യുവാനുള്ള ആന്തരിക ജ്വാല നൽകുന്ന തീവ്രമായ, തീക്ഷ്ണമായ, ഉത്കൃഷ്ടമായ വരികൾ. എത്തേണ്ടതാം ഇടത്തെത്തിയാലും ശരി, മധ്യേ മരണം വിഴുങ്ങിയാലും ശരി, മുന്നോട്ട് തന്നെ നടക്കും, വഴിയിലെ മുള്ളുകളൊക്കെ ചവിട്ടി മതിച്ചു ഞാൻ. പ്രസംഗം കത്തി കയറുക. അദ്ദേഹം പറഞ്ഞു, കുമാരനാശാനിലേക്ക് വരാം. കുമാരനാശാൻ എന്തെങ്കിലും പ്രത്യാശ വന്നിട്ടുണ്ടോ? അദ്ദേഹം മരണത്തെ കുറിച്ചല്ലേ എഴുതിയിട്ടുള്ളൂ. എല്ലാം നെഗറ്റീവ് ആയിരുന്നില്ലേ കുമാരനാശാന്റെ? മരണത്തെ കുറിച്ച് മാത്രം. കണ്ണേ മടങ്ങുക. എന്റെ ശബ്ദത്തിന് ഒരു വല്ലാത്ത മാധുര്യമുണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഒരു സുഖമായിട്ട് ഉറങ്ങുന്നു. കണ്ണേ മടങ്ങുക. കരിഞ്ഞു മലിഞ്ഞു മാശു മണ്ണാകും ഈ മലര് വിസ്മൃതമാകും ഇപ്പോൾ. എണ്ണീടുകാർക്കും ഇതുതാൻ ഗതി. സാധ്യമെന്തു കണ്ണീരിനാൽ അവനി വാഴ്വ് കിനാവ് കഷ്ടം. കുമാരനാശാന്റെ കവിതയിൽ കയറി ഇടതുകാൽ കൊണ്ട് ചവിട്ടി അദ്ദേഹം ചൊല്ലുകയാണ്. ഇപ്പൊ ഈ കവിത ഒരു വലിയ ആഡംബരമായിട്ട് മാറിയിട്ടുണ്ട്. പലയിടത്തും കവിയരങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു കല്യാണ വീടുകളിൽ ഗാനമേളയൊക്കെ മാറ്റിയിട്ട് അച്ഛനൽപ്പ സഹൃദയനാണെങ്കിൽ പിന്നെ കവിയരങ്ങ്, അല്ലെങ്കിൽ കവിയരങ്ങാകുമ്പോൾ അത് പിന്നെ പലതരത്തിലുള്ള കവികളായതുകൊണ്ട് ഏതെല്ലാം ഒരുപോലെയൊക്കെ ആയിരിക്കണമെന്നില്ലാത്തതുകൊണ്ട് ആരൊക്കെ ഏതൊക്കെ ചൊല്ലുമെന്ന് അറിഞ്ഞിടാത്തതുകൊണ്ട് സെലക്ട് ചെയ്ത് അപ്പൊ അതിനൊരു സ്റ്റാൻഡേർഡ് വരാൻ വേണ്ടി ഇടയ്ക്ക് കുമാരനാശാന്റെ വീണ പൂവ് ഒരു കല്യാണ വീട്ടിൽ പെൺകുട്ടി ആളുകളൊക്കെ ഉണ്ണാൻ പോയിരിക്കുന്നു. ഇപ്പൊ ചൊല്ലി തുടങ്ങി വീണ പൂവ്. പുഷ്പമേ അധിക തുങ്ങപദത്തിൽ എത്ര ശോഭിച്ചിരുന്നില്ല ആജ്ഞ കണക്കെ ശ്രീഭൂവിൽ അസ്ഥിര അസംശയം നിന്റെ ആഭൂതി എന്ന് പുനരങ്ങ് കിടപ്പ് പാരച്ചെന്ന് പറഞ്ഞ് ഇത് ചൊല്ലണോ? വേറെ ആള് പറഞ്ഞു കുഴപ്പമില്ല, പെണ്ണൊരുങ്ങിക്കൊണ്ടിരിക്കുന്നതല്ലേ ഉള്ളൂ, വരുമ്പോഴ് വേറെ വരികളായിരിക്കും. ഒന്നിന്നുമില്ലെന്നില്ല ഉന്നതമായ കുന്നു എന്നല്ല ആഴി ഒരിക്കൽ നശിക്കുമോ എന്നൊക്കെ ആയിരിക്കുമെന്തോ വളർന്നു വരുമ്പോ. കൃത്യമായിട്ടും പെൺകുട്ടിയെ ഇങ്ങനെ ഇറക്കിക്കൊണ്ട് വരുമ്പോ ഈ കവിത വീണ്ടും കുട്ടി ചൊല്ലിക്കൊണ്ട് കുറെ വരികളുണ്ടല്ലോ, ഖണ്ഡകാവ്യല്ലേ. അപ്പോ നിർത്താൻ പറഞ്ഞപ്പോ വേറെ നിന്ന് ഒരാൾ പറഞ്ഞു, ഈ കവിത ഇടയ്ക്ക് നിർത്തിക്കൂടാ, കുമാരനാശാന്റെ കവിതയാണ്, നിർത്തിക്കൂടാ. അത് നടത്തിയില്ലായിരുന്നെങ്കിലും വേണ്ടില്ലായിരുന്നു, ഇനിയിപ്പൊ അത് കഴിഞ്ഞ് മൂർഖം തെറ്റിയാലും വേണ്ടില്ല, അത് കഴിഞ്ഞിട്ടേ ഇനി പറ്റുള്ളൂ. പെൺകുട്ടി ഇറങ്ങി വരുന്നു, വരികൾ കണ്ണയെ മടങ്ങുക, കരിഞ്ഞും അലിഞ്ഞും ആശു മണ്ണാകും ഈ മല. മറ്റേ സാംസ്കാരിക നയൻ പറയുന്നത് കുമാരനാശാനി പ്രചോദനം, കഷ്ടം, സ്ഥാനവലിപ്പമോ, പ്രഭുതയോ, സജ്ജാതിയോ, പുഷ്ടശ്രീ തനുധാടിയോ, സ്പഷ്ടം മനുഷ്യഗർഭമൊക്കെ പൂക്ക് അസ്തമിക്കും, നിന്നിഷ്ടന്മാർ പിരിയുന്നു. ഇവിടമാണ് അധ്യാത്മ വിദ്യാലയം. വേറെ ഒന്നും കിട്ടിയില്ല. ശ്മശാനത്തെ കുറിച്ച് ജീവിതത്തിലേക്ക് പ്രചോദനത്തിന്റെ അംശങ്ങൾ നൽകാത്ത വരികൾ, കരുതുവതിഹ ചെയ്യുക വയ്യ, നിസ്സഹായതയെ കുറിച്ചുള്ള വരികൾ, ചെയ്യാൻ വരുതി ലഭിച്ചതിൽ നിന്നടാ വിചാരം, അതിനിന്ദ്യമീ നരത്വം, അതിനിന്ദ്യമീ നരത്വം. അദ്ദേഹം അത് എടുത്തു പറഞ്ഞു എന്ന് പറഞ്ഞ കവിയാണോ മഹാകവി എന്ന് പറയുന്നത്? കരുണ മരണത്തിന്റെ കവിതയില്ലേ, കൊലപാതകത്തിന്റെ കവിതയില്ലേ, കരുണയിൽ ഇദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ടല്ലോ. ബുദ്ധൻ ശിഷ്യനായ ഉപഗുപ്തനെ അവതരിപ്പിക്കുന്നുണ്ടല്ലോ. ഉപഗുപ്തൻ സമ്പൂർണമായി വിചാരിച്ചിട്ട് വാസവദത്തയുടെ മനസ്സിനെ ഒരു ഇഞ്ചെങ്കിലും കുലുക്കാനോ മാറ്റാനോ കഴിഞ്ഞോ? മറ്റേ ആൾ എന്നെ ചുരണ്ടാണ്, എന്തെങ്കിലും ഒഴിച്ച് പറയണം കേട്ടോ, വരട്ടെ, മുഴുവൻ വരട്ടെ. അദ്ദേഹം അതിലേക്ക് കടന്നു. ചുമ്മാ പറയല്ല, അദ്ദേഹം പഠിച്ചു പറയുകയാണ്. ഫലിച്ചിതോ സഖീ നിന്റെ പ്രയത്നമല്ലരി, രസം കലർന്നിതോ ഫലം ചൊൽക്ക കനിയായതോ എന്നല്ലേ വാസവത്തെ ചോദിക്കുന്നത്. തോഴി പോയിരിക്കുകയാണ്, പ്രണയ ദൂതുമായി തോഴി പോയി തിരിച്ചു വന്നപ്പോൾ വാസവദത്ത ചോദിക്കുകയാണ്, ഫലിച്ചിതോ സഖീ നിന്റെ പ്രയത്നമല്ലരി, രസം കലർന്നിതോ ഫലം ചൊൽക്ക കനിയായതോ. നിന്നെ വിവിക്ത ദേശത്തിൽ വെച്ച് തന്നെ വചിച്ചിതോ സഖി, എന്റെ വിവക്ഷിതം അറിഞ്ഞെല്ലാം പറഞ്ഞിതോ നീ. മാറ്റി നിർത്തിയാണോ പറഞ്ഞത്? എന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ അങ്ങനെ തന്നെയാണോ പറഞ്ഞത്? അദ്ദേഹം എല്ലാം കേട്ടോ? പുള്ളി പറഞ്ഞു, എല്ലാം ഞാൻ നല്ല ഭംഗിയായിട്ട് പറയുമെന്നറിയാമല്ലോ. അതെ, നീയും
മിടുക്കിയാണ്, എനിക്കറിയാം. ഞാൻ ഭംഗിയായിട്ട് പറഞ്ഞു, പക്ഷെ അദ്ദേഹം പറയുന്നത് ടൈം ആയില്ല, സമയമായില്ല പോലും. അപ്പൊ അദ്ദേഹം പറയുന്നു, പിന്നെ പണമില്ലാഞ്ഞു താൻ വരാൻ മടിക്കുകയാവാം ആ സാധു. അതാണ് സാംസ്കാരിക നയന്റെ കണ്ടെത്തൽ. ഉപഭുക്തൻ വരാത്തത് അദ്ദേഹം ആത്മീയമായ പാതയിലൂടെ, ചര്യയിലൂടെ പോകുന്നതിന്റെ വിശുദ്ധി നഷ്ടപ്പെടും എന്നുള്ള മുഗ്ധമായ, വളരെ മംഗളമായ ചിന്ത കൊണ്ടല്ല. പണമില്ലാഞ്ഞു താൻ വരാൻ മടിക്കയാവാം ആ സാധു, കഷ്ടം ഗണികയായി തന്നെ എന്നെ ഗണിക്കയാവാം. അപ്പൊ എന്തെങ്കിലും മാറ്റം വാസ്തവത്തേക്ക് വന്നു, വല്ല മാറ്റവും വന്നു. എന്തെങ്കിലും ഒരു മാറ്റം, ഒരു കവി, ഒരു കാവ്യം, അതും ഉപഗുപ്തനെ പോലെയുള്ള ബുദ്ധഭിക്ഷുവിനെയൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് എഴുതുന്ന സമയത്ത് അതിൽ എന്തെങ്കിലും ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു പരിവർത്തനത്തിന്റെ ഒരു നക്ഷത്രം ഉദിക്കണ്ടേ? ഇത് മറ്റത് തന്നെ പറയുകയാണ്. അദ്ദേഹത്തിന് അത് പറയാനാണ് ഇഷ്ടം. അദ്ദേഹം പറയുകയാണ്, പണമില്ലാഞ്ഞു താൻ വരാൻ മടിക്കാവാം സാധു, ഗണികയായി തന്നെ എന്നെ ഗണിക്കാവാം. എന്നിട്ടും അദ്ദേഹം അവിടെ നിർത്തുമെന്ന് ഞാൻ വിചാരിച്ചു. അദ്ദേഹം പറഞ്ഞു, മാത്രവുമല്ല, ഇവൾ പിന്നീട് ചെയ്തത് എന്താണ്? കൊലപാതകമാണ് ചെയ്യുന്നത്. ഉപഗുപ്തനുമായി ഒരു ബന്ധമുണ്ടായതിനു ശേഷവും അവളുടെ മനസ്സ് അല്പം പോലും കളങ്കരഹിതമായില്ല, മുക്തമായില്ല എന്ന് തന്നെയല്ല, അതിക്രൂരവും നിന്ദ്യവും പൈശാചികവുമായ ഒരു കൊലപാതകം അവൾ ചെയ്യുകയാണ്. എന്നിട്ടോ അന്നത്തെ നീതിപീഠത്തെ അവൾ തന്റെ സ്വാധീനം കൊണ്ട്, തന്റെ സൗന്ദര്യം കൊണ്ട്, തന്റെ മതാലസമായ വശ്യഭംഗികൾ കൊണ്ട് മുഗ്ധമാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അതും ആശാൻ പറയുന്നുണ്ട്, അറിഞ്ഞുകൂടാതെ പറഞ്ഞു പോയതാണെന്ന്. ഇവർ പറയുകയാണ്, ഫലിച്ചില്ല കടക്കണ്ണിൻ പണിയും പണത്തിൻ മുഷ്കും ഉലച്ചിലറ്റന്നിരുന്ന നീതിപീഠത്തിൽ. വാസ്തവത്തിൽ ഒരു മാറ്റവും വന്നില്ല. അവസാനം വാസ്തവത്തെ ശ്മശാനത്തിൽ അവയവഖണ്ഡങ്ങളുമായിട്ട് ഛേദിക്കപ്പെട്ട് കിടക്കുന്ന സമയത്ത് ഉപഗുപ്തൻ ദൂരന്ന് രംഗം ശരണം എന്ന് പറഞ്ഞ് വരുമ്പോൾ ഇവൾ പറയുന്നത് എന്താണ്? തോഴിമാരെ പെട്ടെന്ന് എന്റെ വസ്ത്രാഞ്ജനങ്ങളൊക്കെ എടുത്ത് ഇതെല്ലാം ഈ അവയവങ്ങളെല്ലാം മൂടിയിടും. അപ്പോഴും ബോഡി കോൺഷ്യസ് ആണ് വാസ്തവത്തിൽ. എന്നാൽ ആശാൻ അതിന്റെ പുറകെ വേറെ വഴി എഴുതിയിട്ടുണ്ട്. എന്താണ്? മൃതിയിലും മകളമാർ മറക്ക മാനം. അത് ഈ പുള്ളി പറഞ്ഞില്ല. ചുരുക്കി പറഞ്ഞാൽ കുമാരനാശാൻ മഹാകവി ത്രയങ്ങളിലെ വരാൻ യോഗ്യതയുള്ള ഒരാളായിരുന്നില്ല എന്നതിനെ സംബന്ധിച്ചു. നമ്മൾ ഇന്നത്തെ ഈ ചർച്ചയിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. സാംസ്കാരിക കേരളവും ഗുരുദേവനെയും കുറിച്ച് ബന്ധിപ്പിക്കുമ്പോൾ ഗുരുദേവന്റെ ഉത്തമ ശിഷ്യനായിരുന്ന ഗുരുദേവ ദർശനങ്ങൾ തന്റെ പദ്യകൃതികളിൽ പ്രസരിപ്പിച്ച ആ സ്വാധീനം അങ്ങ് അത്യവസാനം പുലർത്തിയ വിശ്വമഹാകവി കുമാരനാശാൻ, ഞാൻ ആ വിശേഷണത്തിൽ നിന്ന് പുറകോട്ട് പോകുന്നില്ല. വിശ്വമഹാകവി കുമാരനാശാൻ ഇപ്പൊ നമ്മൾ 2014 എത്തിയപ്പോൾ അദ്ദേഹം വളരെ മോശക്കാരനാണ് എന്നൊരു പുതിയ ചിന്താധാര വന്നിരിക്കുന്നു. ഇതൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽ, വിശ്വവേദിയുടെ ശ്രദ്ധയിൽ വന്നോ എന്ന് എനിക്കറിയില്ല. വന്നില്ലെങ്കിൽ അത് ഉന്നയിച്ചുകൊണ്ട്, എനിക്ക് മലയാള ദിനമായതുകൊണ്ട് ഔദ്യോഗികമായ 1-2 പരിപാടികളുടെ ഉച്ചയ്ക്ക് ഉള്ളതുകൊണ്ട് ഞാൻ പ്രസംഗം ചുരുക്കുന്നു. ഉന്നയിച്ചുകൊണ്ട് ഇതിനെപ്പറ്റി നിങ്ങൾ ശക്തമായി ചിന്തിക്കണം, ശക്തമായി പ്രതികരിക്കണം, ശക്തമായി ഉത്ബോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ഏറ്റവും വലിയ ഉപനിഷത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ ഉണരണം, പിന്നെ എഴുന്നേൽക്കണം, പിന്നെ ലക്ഷ്യത്തിലേക്ക് കുതിക്കണം എന്നുള്ളതാണല്ലോ. ഉണരണം, എഴുന്നേൽക്കണം, ലക്ഷ്യത്തിലേക്ക് കുതിക്കണം. നമ്മൾ ഇനിയെങ്കിലും ഉണരണം. സഹോദരനായിപ്പോൾ എന്താ പറഞ്ഞത്? നിങ്ങളിൽ വിശ്വങ്ങളെ ജയിപ്പാൻ മതിയായ മംഗല മഹാശക്തി ഉറങ്ങിക്കിടക്കുന്നു. ആ മംഗല മഹാശക്തി ഇപ്പോഴും ഉറങ്ങിത്തന്നെ കിടക്കുന്നു. ആ മഹാശക്തി ഉണരണം. ഉണർന്ന് അതേ നേരത്തെ പറഞ്ഞ പോലുള്ള ശ്രീനാരായണ ധർമ്മത്തിന്റെ പീതപതാകയും അതിന്റെ ശുദ്ധപതാകയും ശുഭ്രപതാകയും പേറി ബഹുദൂരം മുന്നോട്ട് പോകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നിൽക്കേണ്ട നമസ്കാരം. വളരെ നന്ദി ശ്രീ